ഞാൻ ഈ മനുഷ്യന്റെ ഒരു പാട്ട് കണ്ണിമാങ്ങ പ്രായത്തിന്റെ പാട്ടില്ലേ, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ നമ്മളുടെ അർത്ഥം എന്താണ് എന്നും നമുക്കറിയില്ല. ഒരു അമ്പലത്തിൽ പാടിയപ്പോ അത് നമ്മുടെ കോതമംഗൽ അപ്പുറം ഒരു സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടിയ ആൾക്കാരാണ്, ജാതി സ്പിരിറ്റിൽ കൂടിയ ആൾക്കാരാണ്. അപ്പൊ അവിടെ പോയപ്പോ മനുഷ്യനൊരു അറിയാലോ പുലയൻ സമുദായമാണ്. അപ്പൊ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ ആളുകൾ ബാക്കിൽ ഒന്ന് രണ്ട് പേര് വന്നിട്ട് അതിനാ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വരികൾ സെക്സ് വരികളാണ്. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, മനുഷ്യന്റെ നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ പുള്ളി പാടുന്ന പല പാട്ടുകളുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമൊന്നും. ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ അമ്മയും ഞാനും മാത്രമായിരുന്നു. പിന്നെ അമ്മ എന്നൊക്കെ നമ്മൾ ഇടുക്കിയാണ് എന്റെ സ്വന്തം സ്ഥലം. അപ്പം അമ്മ കൂലിപ്പണിക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ എന്റെ പിന്നീടുള്ള ജീവിതമൊക്കെ മഠങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 17ആം വയസ്സിൽ കെട്ടിച്ചു വിട്ടു. പിന്നെ 3 പിള്ളേരായി. 3 പിള്ളേരുമായിട്ട് 24ആം വയസ്സിൽ ഡിവോഴ്സായി. അവിടെ നിങ്ങോട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ഓട്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. കൊച്ചിയിൽ ഞാൻ വീട്ടുപണി എടുത്ത് ജീവിച്ച ആളാണ്. ഒരു ദിവസം 10ഉം 15ഉം വീടുകളിൽ പോയി പണിയെടുത്തോണ്ട് നടന്ന ആളാണ്. ഇന്നലെ ഇത്തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ. മാപ്സ്റ്റിക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു മോഡലും അതേപോലെ മിമിക്രി ആർട്ടിസ്റ്റുമായിട്ടുള്ള അഭിലാഷ് ഏട്ടനും ജ്യോതി ചേച്ചിയാണ്. വെൽക്കം ടു ദ ഷോ. അഭിലാഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ ഈസ്റ്ററിന്റെ ആഘോഷങ്ങളൊക്കെ പോവാറുണ്ട്. മിമിക്രി ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? മിമിക്രി കുഴപ്പമില്ല, അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകുന്നു. പിന്നെ സീസണാണ് കൂടുതൽ പരിപാടി. അതില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തെരുവോരങ്ങളൊന്ന് പാടാനായിട്ട് പോകുന്നു. ഒരു പേഷ്യൻസിന് വേണ്ടി ഇങ്ങനെ പാട്ടുകൾ പാടാനായിട്ട് പോകുന്നുണ്ട്. അധികം ജംഗ്ഷനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മൈക്കിൽ വെച്ചിട്ട് പാടുന്നത്. അതാണ് നമ്മുടെ പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്നത്. അതിന്റെ ബേസിലാണ് നമ്മൾ 1 കോടിയിലേക്ക് എത്തിയതും. അതിലൂടെ മാസ്റ്റർ മനാപാലിനെ കോളനി എന്നൊരു മൂവിയിലേക്ക് അല്ല, 1 കോടിയില് ഉള്ളൊരു മാറ്റം ഇപ്പൊ ഹെയർ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിനിമകള് ഈ ഒരു ലുക്ക് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ ചെയ്തിട്ട് ലുക്കിലായിരുന്നു. കാരണം വെച്ചാൽ മുടി കളയാനൊന്നും കുറച്ച് കഴിഞ്ഞാൽ ഷൂട്ട് കളയും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ വരുന്ന സിനിമകളൊക്കെ വെടിക്കെട്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഈ ലുക്കാണ്. പിന്നെ അതിന് മുമ്പ് ചാലക്കുടിക്കാരനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചാലക്കുടി എന്ന് പറഞ്ഞ മൂവി ഇല്ലേ മണിച്ചേട്ടന്റെ, അപ്പൊ അതില് ഉള്ള ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വന്നത്? അത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു അരുൺ എന്ന് പറഞ്ഞായിരുന്നു പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അരുൺ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. തൃക്കത്തൂരാണ് താമസം. അപ്പൊ അരുൺ ചേട്ടൻ വിനയൻ സാറായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പൊ വിനയൻ സാറിനോട് ഇങ്ങനെ എന്നെ കുറിച്ച് പറയാം, കലാപരം പഠിച്ചാണ് ശബ്ദം ഒരു കലാകാരനുണ്ട്. അങ്ങനെ അദ്ദേഹം എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഒരു ദിവസം ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ സിനിമ കാസ്റ്റിംഗ് നടക്കുവാണ്. അത് വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്നെ വേറെ ആളെ വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് നായകവേഷം ഇല്ല. നായകവേഷം ചെയ്യുന്ന ഇതാണ് ഞങ്ങൾ വിളിച്ചത്. അവിടെ ചെന്നു. വിനയൻ സാറ് വിളിക്കുന്ന സമയത്ത് എനിക്ക് മൂവാറ്റിൽ ചെറിയ പ്രോഗ്രാം ഉണ്ടാകും. സാറ് വിളിക്കുന്ന 11 മണി രാത്രിയാണ് സാറ് വിളിക്കുന്നത്. സാറിന്റെ ഫോണിൽ കോള് വന്നപ്പോ അവിടുത്തെ കൈ തട്ടി വന്നാണെന്ന് പറഞ്ഞ് ഞാൻ സാറിന് അഭിലാഷേ നാളെ എന്താണ് പരിപാടി? ഞാനൊരു പ്രോഗ്രാം ഉണ്ടാകും നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടാകും. അതിന്റെ ഉദ്ഘാടനമൊക്കെ ഞങ്ങളുടെ നാട്ടിലാണ്. അത് ഞാൻ ഏറ്റേക്ക് ചില പാട്ട് പാടാനും ഞാൻ അദ്ദേഹം ചോദിച്ചു ഒരു പരിപാടിയില്ല സാറെ ഫ്രീ ആണെന്ന്. അപ്പൊ നാളെ ഇറങ്ങാമെന്ന് ചോദിച്ചു. വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് താമസിക്കുന്നത് അറിയാലോ നമ്മുടെ പാലാരിവട്ടം. വീട്ടിലേക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിന് ചേർന്ന് പറഞ്ഞാൽ ആ ടൈമിൽ വെള്ളപ്പൊക്കം, മഴയൊക്കെ വരുന്ന വെള്ളപ്പൊക്കം ഇറങ്ങുന്ന അവസ്ഥയാണ്. ടൗണിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും എന്തൊക്കെയോ കാണിച്ച് ഞാൻ ടൗണിലെത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കുറെ ഇന്റർവ്യൂ പോലെ സംഭവങ്ങൾ ചെയ്യിപ്പിച്ചു. മണിച്ചേട്ടന്റെ ഹോസ്പിറ്റലിലെ ചെയ്യാൻ പോകുന്നു. കുറെ നമ്മൾ നടത്തു മണിച്ചേട്ടൻ സൗണ്ട് ചെയ്യിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അനുഭവം ആ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് എന്താ പറയാ പ്രത്യേക ലോകത്താണ്. കാരണം നമ്മളൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന ആളാണ് സാറ് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക്. അപ്പൊ സാറ് പറഞ്ഞു നായകവേഷം ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര തുള്ളിച്ചാട് സന്തോഷത്തോടെ പോയി. അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നത് മണിച്ചേറിന്റെ ചെയ്യുന്ന ആരും ആ സിനിമയിൽ വേണ്ടെന്ന് പറയുന്നത്. കാരണം മണിച്ചേറിന്റെ ശബ്ദമോ ഫിഗറോ ചെയ്യുന്ന ആരും വേണ്ട. രഞ്ജു ചാലക്കുടീനെ വരെ വിളിച്ചു മണിച്ചേറിന്റെ ചെയ്തു. അങ്ങനെ അത് പോയി. പക്ഷെ സാറ് ഒരു ചെറിയ വേഷം അതിനകത്ത് എനിക്ക് തരുകയും ചെയ്തു.
സന്തോഷായില്ലേ? പിന്നെ സന്തോഷമായി, കാരണം അതിന്റെ ഒരു ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം. കാരണം സിനിമ അത്യാവശ്യം നല്ല വിജയമായ ഒരു സിനിമയാണ്, മനുഷ്യരുടെ ജീവിതം നിലനിർത്തിയ ഒരു സിനിമയാണ്, ഒരുപാട് കരയിപ്പിച്ച ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്തൊരു വേഷം ചെയ്യുന്ന വെച്ചാൽ വലിയൊരു ഭാഗ്യമായിട്ട് കൂട്ടി. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് മഴവില്ലുന്ന ചാനലിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് എന്റെ പടം കണ്ടുപോകുന്നു പറയുമ്പോൾ നമുക്ക് അത് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നു. പിന്നെ നായിക വേഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിട്ടിയാലും പക്ഷെ നമ്മുടെ സിനിമയുടെ ഒരു ഇതായാലും കുറച്ചും കൂടി ലൈഫ് മാറിയല്ലേ? എല്ലാരും പറയുന്ന സാധനം പറഞ്ഞു, നായിക വേഷം ചെയ്യുന്നത് മനസ്സേട്ടന്റെ ശബ്ദം അനുകരിക്കുകയോ ഫിഗർ ചെയ്യുന്ന ആരും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് എനിക്ക് കിട്ടാൻ കാരണം. അരുൺ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അരുൺ ചേട്ടൻ വിനയൻ സാറുമായിട്ട് ബന്ധമുണ്ട്. അരുൺ ചേട്ടന്റെ റെക്കമെൻഡേഷനിലാണ് എനിക്ക് അവിടെ ചെല്ലാനും കൂടുതലായിട്ട് ഇതായത്. ജ്യോതി ചേച്ചിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരു മോഡൽ മാത്രല്ല, എന്താണ് ആക്ടിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിം ആണോ ചെയ്തത് ആദ്യമായിട്ട്? ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ അഭിലാഷ് എന്നോട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. പിന്നെ 2 മൂവി ഇപ്പൊ ചെയ്തു. ഒന്ന് കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു മൂവി, കോളനി ഒരു മൂവി, 2 മൂവി. രണ്ടുപേരും ഒന്നിച്ചാണല്ലേ ചെയ്തത്? ഓക്കെ. ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരുപാട് സ്റ്റോറീസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ശരിക്കും ആ ഒരു സ്റ്റോറി എങ്ങനെയാണ്? സ്റ്റോറി ആയിട്ടുള്ളത് അതെന്റെ ലൈഫാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നയാളാണ്, ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക്. അത് നമ്മളിങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളൊന്നുമല്ല. എൻ്റെ മോളാണ് ആദ്യം വരുന്നത്. അവൾക്കൊരു കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി ഒരു സ്റ്റുഡിയോയിൽ പോയി അവരുടെ നിർബന്ധത്തിന് ഞാൻ കയറിയ ആളാണ് മോഡലിംഗിലേക്ക്. പിന്നെ അവിടുന്ന് കണ്ടിന്യൂസ് ഷോസ് ചെയ്തു. എൻ്റെ 50ാമത്തെ ഷോയിൽ ഞാൻ മിസ്സസ് കേരള ടൈറ്റിൽ വിന്നറാണ്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി 2023 തന്നെ. പിന്നെ 2023 മിസ്സസ് ഫാഷൻ ഇന്ത്യ ഫാഷൻ ഐക്കണാണ്. ഓ, ചെറിയ കാര്യമല്ലേ, വലിയ കാര്യമാണല്ലേ. അപ്പൊ ഇനി വർക്ക്സ് ഒക്കെ വരുന്നുണ്ടോ? വർക്ക് വരുന്നുണ്ട്. കൂടുതലും എനിക്ക് വരുന്ന വർക്ക് തമിഴാണ്. ഒരുപാട് വിളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി ആയിട്ടൊന്നും വലിയ പരിചയമില്ല. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആണല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അത് കാരണം എനിക്ക് ചെറിയൊരു പേടി, പെട്ടെന്നും കൂടി ചെന്ന് ചാടി കൊടുക്കാനുള്ള ഒരു പേടി കൊണ്ട് ഇങ്ങനെ പോവാണ്ട് നിൽക്കുന്നതാണ്. കൂടുതലും കോഴ്സും എൻക്വയറി ഒക്കെ വരുന്നത് അവിടുന്ന്. ആണല്ലേ. ഈ അഭിനയത്തിലേക്ക് പെട്ടെന്നാണോ വന്നിരുന്നത്? ആഗ്രഹം കൊണ്ടാണോ വന്നത്? എങ്ങനെയാണ്? എനിക്ക് മോഡലിംഗ് ആണ് ഒന്നുകൂടെ താല്പര്യം കൂടുതൽ. പക്ഷേ എനിക്ക് ആദ്യത്തെ മൂവി വരുന്നത് ഫേസ്ബുക്ക് വഴിയായിരുന്നു എൻക്വയറി വന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ജെനുവിൻ ആണോ എന്നുള്ളൊരു സംശയത്തിന്റെ പുറത്ത് ഞാൻ ഇങ്ങനെ പോവാതെ നിന്നു. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെ കാണാനായിട്ട് അവിടെ വന്ന് കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയത്. അങ്ങനെ പോയി അതിലൊരു ചെറിയ വേഷം ചെയ്തു. അതിൽ ന്യൂസ് റിപ്പോർട്ടറായിട്ടാണ് അത് ചെയ്തു വന്ന്. അതിന് ശേഷമാണ് അഭിലാഷ് ചേട്ടൻ കോളനിയിലേക്ക് വിളിക്കുന്നത്. അത് പോയി അതും പെട്ടെന്നാണ്. ഒരു ദിവസം രാവിലെ ഒരു 9 മണിക്ക് വിളിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് എത്തിക്കോ എന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. അങ്ങനെ ഓടിപ്പോയി ചെയ്തതാണ് അത്. അതോടെ നമ്മള് തമ്മനം മാർക്കറ്റിൽ അല്ല, ചേട്ടൻ കാരണം ഒരു മൂവിയിൽ അഭിനയിക്കാൻ പറ്റില്ല, അതൊരു വലിയ കാര്യമാണ്. ഷോർട്ട് ഫിലിംസ് ഡയറക്ഷൻ ചെയ്യാറുണ്ട്. ഞാൻ വൈകിയില്ല, വൈക വെബ് സീരീസിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൂടിയ വൈക. ഞാൻ വൈകങ്ങളെ കൂടി കുറെ ഷോർട്ട് ഫിലിംസ് ഡയറക്ഷൻ ചെയ്തു. പിന്നെ ആൽബങ്ങൾ ഡയറക്ഷൻ ചെയ്യാറുണ്ട്. എന്റെ പുതിയൊരു വർക്കാണ് ഒരു ഹോം നേഴ്സിന്റെ ഡയറക്ടർ. എന്റെ കൂട്ടുകാരിനെ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പൊ അതിനകത്തൊരു പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നതാണ്. ഓ, നല്ലൊരു ക്യാരക്ടറിനെ കൊടുത്തിട്ടുണ്ട്. അഭിലാഷനിലേക്ക് വരാണെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ കലാഭവൻ ചേട്ടന്റെ ആയിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ പല ആൾക്കാരും അനുകരിച്ചത് കാണിക്കാറുമ്പോ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ മണിച്ചേട്ടൻ എന്തെങ്കിലും ഒരു പാട്ട്? ചേട്ടൻ എന്ന് പറയുമ്പോ നമ്മള് ഈ എവിടെ ചെന്നാലും എവിടെ പ്രോഗ്രാമിൽ ചെന്നാലും നമ്മള് ചില എനിക്കൊരു അനുഭവമുണ്ട്. സ്കൂളിൽ പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ അവിടെ ഈ കുട്ടികളുടെ പരിപാടി മതി എന്ന് പറയുന്ന രക്ഷാകർത്താക്കൾ ഭയങ്കര ബഹളമാണ്. എല്ലാവരുടെ പരിപാടി മതി, പുറമൊന്നും ആരും പരിപാടി വേണ്ട. അപ്പം ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്നവര് പറഞ്ഞിട്ട് കേൾക്കണം. അപ്പൊ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. സ്റ്റേജിൽ കയറുന്ന പാട്ട് പാടി കഴിഞ്ഞാൽ ആൾക്കാർ പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പാട്ട് മനസ്സിന്റെ പാട്ടിട്ട് തുടങ്ങാൻ, കലാഭവൻ മണിച്ചേന്റെ പാട്ടിട്ട് തുടങ്ങാൻ. എനിക്ക് ഉള്ള ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. 2 അനുഭവം ഉണ്ട്. അതിലൊരു അനുഭവമാണ് ഫസ്റ്റ്. ഞാൻ കയറിയിട്ട് കലാഭവൻ മണിച്ചേന്റെ പാട്ടോടുകൂടി തുടങ്ങി. ഒരു മനുഷ്യൻ പോലും പൂവോ കണ്ടോ ചെയ്തില്ല. നമ്മൾ പാട്ടുകൊണ്ട് അതൊന്നുമല്ല, കാരണം അതുപോലെ ആളുകൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മണിച്ചേനെ. ആ സമയത്ത് അവിടെ പുറകോറിനെ ഞാൻ വരെ കേട്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി വരുമ്പോൾ ഞങ്ങൾ അലമ്പുണ്ടാക്കും പൂവെന്ന് പറയും. ആ പാട്ട് കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് നേരം പരിപാടി ഒരുപാട് വരച്ച് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പരിപാടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ശരി കുറച്ച് നേരം മിമിക്രി ചെയ്ത് കുറച്ച് പാട്ടുകൾ പാടി ഞങ്ങൾ തോന്നുന്നു. അത് കഴിയുമ്പോ 1-2 പേര് വന്നു പറഞ്ഞു പിള്ളേരെ പരിപാടിക്ക് ശേഷം ഞങ്ങളുടെ വീണ്ടും പരിപാടി ചേർക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും
പരിപാടി ചെയ്തിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോഴും ഓഡിയൻസ് പോയില്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരുപാട് രാത്രിയായിട്ട് അവരിരുന്ന് സപ്പോർട്ട് ചെയ്തു. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ മണിച്ചേട്ടന്റെ പ്രോഗ്രാം എന്ന ചാലക്കുടിയിൽ ഞാൻ പോയായിരുന്നു. അവിടെ വിനയൻ സാറിന് സീമാരി സാറുണ്ടായിരുന്നു. പിന്നെ എന്റെ സുഹൃത്ത് മണികണ്ഠന്റെ അല്ല ബാലൻ, എനിക്ക് എടുക്കണോടാ നീക്കണം ബാലൻ ചേട്ടൻ, നിങ്ങൾ നല്ല ചങ്കറാണ്. ചേട്ടൻ അവിടെ നിന്ന് ആ പരിപാടി തീരുന്നവരെ അവർക്കുള്ള ഫുഡ് വരെ വിളമ്പി കൊടുത്ത് അവിടെ ഒരാളായിട്ട് ആണ് പോയത്. അപ്പൊ മണിച്ചേട്ടന് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് മരിച്ചു കഴിഞ്ഞാൽ കൂടി 1-2 വർഷമായി. പക്ഷെ മണിച്ചേട്ടൻ ഇപ്പോഴും അടുത്ത വർഷം ഇതിലും വിപുലമായിട്ട് പരിപാടിയാണ് മണിച്ചേട്ടൻ ഓർമ്മിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മണിച്ചേട്ടൻ ആരും മറക്കില്ലല്ലോ. പിന്നെ എനിക്ക് ചെറിയ അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ ഈ മണിച്ചേട്ടന്റെ ഒരു പാട്ട് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്ന് പാടില്ല. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ പൊന്നാരേ, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ നമ്മളുടെ അർത്ഥം എന്താണ് എന്നും നമുക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ പാടിയപ്പോ അത് നമ്മുടെ കോതമംഗൽ അപ്പുറം ഒരു സ്ഥലമാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടിയ ആൾക്കാരാണ്, ജാതി സ്പിരിറ്റിൽ കൂടിയ ആൾക്കാരാണ്. അപ്പൊ അവിടെ പോയപ്പോ മനുഷ്യരുടെ അറിയാം പുലയ സമുദായമാണ്. അപ്പൊ ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ ആളുകൾ ബാക്കിൽ വന്ന് 2 പേര് വന്നു. അതിനാ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വരികൾ സെക്സ് വരികളാണ്. ഒരിക്കലും അല്ല. മനുഷ്യരുടെ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി പാടുന്ന പല പാട്ടുകളുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ കാഴ്ചപ്പാടിന് കുഴപ്പമൊന്നും. അപ്പൊ എന്നെ ഒരു പരിപാടി ഏൽപ്പിച്ചത് എന്റെ ഒരു സുഹൃത്താണ്, ലേഡിയാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് അഭിലാഷ് ഇങ്ങനത്തെ പാട്ടൊന്നും പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മനുഷ്യരുടെ പാട്ട് പാടി എന്താ കുഴപ്പമെന്ന് വെച്ചു. മനുഷ്യരുടെ പാട്ട് പറഞ്ഞ കുഴപ്പമുണ്ടായിട്ടില്ല. ചെങ്ങന്റെ പാട്ടുകൾ മനുഷ്യരുടെ പാട്ടുകൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അവരെന്നെ നിരാശപ്പെടുത്തി. അതിപ്പോ ഞാൻ മാറിയിരുന്നു. അപ്പൊ എന്നെ ബാക്കിയുള്ളവരോട് ഞാൻ വേറെ പാട്ട് പാടുമെങ്കിലും ഞാൻ മാറിയിരുന്നു. മനുഷ്യരുടെ പാട്ട് പാടുന്നാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അവരോട് താല്പര്യം പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ പേഷ്യൻസിന് വേണ്ടി രാജാക്കാടൊക്കെ ഇങ്ങനെ പാടാനായിട്ട് പോയി. എന്റെ 2 സുഹൃത്തുക്കൾ. അപ്പൊ ഒരു 18-19 വയസ്സുള്ള കൊച്ചിന് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പോയി. തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ വൈഫ് വിളിച്ചു പറയാം മനുഷ്യരുടെ മരിച്ചു. പെട്ടെന്ന് നമുക്ക് എല്ലാവരും ഷോക്കായി പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ശിവരാത്രിയാണ്. അതിന്റെ പിറ്റേ ദിവസം ശിവരാത്രി. അന്നേരം ഈ ശിവരാത്രിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനെ ഓടി കൊണ്ടുവന്നെ അറിയാലോ, ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ അവിടെ വന്നത്. ഇതെല്ലാം കണ്ടു കഴിയുമ്പോ എന്റെ കോളിലേക്ക് ഒരു കോള് വരിക. ആരെന്നറിയാം, അന്ന് അമ്പലത്തിൽ എനിക്ക് പരിപാടി തരുകയും ചെയ്തിട്ട് കൂട്ടുകാരി വിളിച്ചിട്ട് അങ്ങനെയോട് ആദ്യം പറ സോറിയിട്ട് അഭിലാഷം എന്താ സംഭവം എന്ന് ചോദിച്ചു. അല്ല അന്ന് ആ മനുഷ്യന്റെ പാട് പറഞ്ഞതാണ്, മനുഷ്യന് എന്താന്നുള്ളത് ഇപ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്. അത് എനിക്ക് ഭയങ്കര ഒരു എനർജി തന്നൊരു കാര്യമാണ്. കാരണം എന്റെ മേല് കുത്തുക. കാരണം അവര് അതായത് അപ്പൊ സംസാരിച്ചത് മനുഷ്യന്റെ പാട്ട് പറഞ്ഞതൊക്കെ പറഞ്ഞല്ലോ. ആ വ്യക്തി മനുഷ്യന്റെ മരിച്ചു കഴിഞ്ഞപ്പോൾ അത്ര ജനങ്ങൾ വന്നപ്പോഴാണ് മനസ്സിലായി മനുഷ്യൻ എന്നാണെന്നും അത്ര ആൾക്കാർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അവരുടെ എന്നോട് സോറി പറഞ്ഞു. നമ്മൾ സോറി പറയുന്നത് വേണ്ട, കാരണം നമ്മൾ ഇല്ല അങ്ങോട്ട് പറയരുതെന്നു. ഇന്ന് എവിടെ ചെന്നാലും മനുഷ്യരുടെ പാട്ട് പാടത്തെ എന്നാണ് ആൾക്കാർ ചോദിക്കുക. അങ്ങനെയൊക്കെയുണ്ട്. മനുഷ്യൻ ഒരുപാട് ചാരിറ്റി പരിപാടി ചെയ്യുന്നതായിട്ട് അറിയാലോ. അല്ല ഇന്നും എനിക്ക് പേഴ്സണലി പെട്ടെന്ന് ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, കൊറോണ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു വലിയൊരു ആശ്വാസമാണ്. പല ആൾക്കാരെ സഹായിക്കുമായിരുന്നു. ഒരു നല്ല മനുഷ്യന് ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് മരിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നും ഒരുപാട് പേര് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ ആക്ട് ചെയ്ത് കാണിക്കുമ്പോഴായിക്കോട്ടെ, പാട്ട് പാടുമ്പോഴായിക്കോട്ടെ, പെട്ടെന്ന് മനസ്സിൽ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം വരാനുണ്ട്. ശരിക്കും ഒരു ആക്ടർ അല്ല അദ്ദേഹം, ഒരു നല്ലൊരു മനുഷ്യന്റെ ഉടമയാണ്. എനിക്ക് ഒരു ചെറിയ അനുഭവം പറയാനുണ്ട്. ഞാൻ വേറെ നടന്റെ പേരോടെ പറയുന്നില്ല. ആ നടന്റെ മുമ്പിൽ ഞാൻ മണിച്ചേട്ടൻ സൗണ്ട് അനുകരിച്ചപ്പോ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ മോന് ഇതിൽ നന്നായിട്ട് മണിച്ചേട്ടൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ആ മകൻ ഇന്ന് മലയാള സിനിമയിലെ നല്ലൊരു താരാണ്. ആ പേര് ഞാൻ പറയണ്ട. അത് കഴിയുമ്പോൾ ഞാൻ നേരെ മണിച്ചേട്ടൻ്റെ അടുത്ത് മുമ്പിൽ പോയിട്ട് ഒരു ഗ്യാപ്പിലിരിക്കാം. ചേട്ടാ വോയിസ് ഞാനിപ്പോ ഈ വാസന്തി ലക്ഷ്മി ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. അവള് അന്നാന്ന് കേൾപ്പിച്ചെന്ന് പറയും. അപ്പൊ ഞാൻ എടുത്തിട്ട് പോരായ്മയുണ്ട്, ഒരുപാട് പോരായ്മയുണ്ട്. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറയാം. ശരിക്കും ആ സിനിമയുടെ സിഡിയോ അല്ലെങ്കിൽ കാസറ്റ് കണ്ടിട്ട് ഒന്നുകൂടെ നമ്മള് നോക്കി പ്രാക്ടീസ് ചെയ്യണം പറഞ്ഞ് സപ്പോർട്ട് തരുവാണ്. അങ്ങനെ ഞാൻ ആ വാസന്തി ലക്ഷ്മി ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ആ പ്രചോദനം ഉണ്ടായിട്ടാണ് കോമഡി ഉത്സവത്തിൽ ഞാൻ ആ വാസന്തി ലക്ഷ്മിയുടെ പെർഫോമൻസ് ചെയ്തത്. അത് വിനയൻ സാറ് കാണാനും എരഞ്ചേട്ടൻ സാറ് കാണാനുണ്ടാവുന്നതാണ് കാര്യങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അല്ല കോമഡി ഉത്സവത്തിൽ അത് കാണിച്ചില്ലേ? അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അതൊന്ന് കാണിക്കും. അത് പെങ്ങൾ മരിച്ചിരുന്ന സീനാണ്. അപ്പൊ അദ്ദേഹം തന്നെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഇങ്ങനെ കുറെ സീൻസ് സായികുമാറായിട്ടും വരുന്നുണ്ട്. അദ്ദേഹം ഒരു മൽപ്പിടുത്ത കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ആ ഒരു ഫീലിംഗ് വാസന്തി കിടക്കണേ
ചിലപ്പോൾ എനിക്ക് കണ്ടില്ലേ എല്ലാം മെയ് കൊത്തിയെടുക്കുന്ന തോന്നലോ ചേട്ടാ അമ്മ അച്ഛ ഇവിടെ കാണണ്ടേ ചേട്ടാ ഇവിടെ മറവയുമ്പോഴേ മതി എന്താ കാര്യം അറിയോ എന്നോട് പിണങ്ങി ഓടി വരില്ല ഇങ്ങനെ ഒരു കഴുതക്കുട്ടിയെ മതവാദത്തിന്റെ കൊച്ചനെ പോലെ എനിക്ക് കണ്ടില്ലേ എല്ലാം മെയ് കൊത്തിയെടുക്കുന്ന തോന്നലോ അല്ല തോമസ് സാർ വന്നോ തോമസ് സാർ വന്നോ തോമസ് സാർ വാ തോമസ് സാർ പാവാ വാസ്തയിലെ ഹോസ്റ്റോടൊക്കെ വെട്ടിക്കലായിട്ട് തന്നിട്ട് ഞാൻ എങ്ങനെ നന്ദി പറഞ്ഞെന്ന് അറിയില്ല തോമസ് സാറ് പാവാ തോമസ് സാറ് പാവാ തോമസ് സാറ് പാവാ തോമസ് സാറ് പാവാ എന്റെ വാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്ക ഇട്ടില്ല ഞാൻ ഇട്ടില്ല ഞാൻ ഇട്ടില്ല ഞാൻ ഇട്ടില്ല ഇട്ടില്ല അയാള് ചത്തോ എനിക്ക് കണ്ണു വേണ്ട നശിച്ച ലോകാണ് എനിക്ക് കണ്ണു വേണ്ട ശരിക്കും പെട്ടെന്ന് നമുക്ക് ഞാന് കൂടുതൽ മറ്റേ ഇതില്ല അയാൾ ഞാൻ നമ്മള് ഇത് ചെയ്തത് മുകേഷ് ശരിക്കും സെന്റിമെന്റ്സ് എനിക്ക് വലിയൊരു അംഗീകാരം സെൽമി ക്യാൻസർ എന്ന് പറയുന്ന പ്രൊവറേഷനിലാണ് അത് ക്യാമറമാൻ എന്റെ അടുത്ത് പറഞ്ഞാല് മുകേഷോടെ കരഞ്ഞല്ലോ അപ്പൊ അതിന് കാല് പിടിച്ച് കരുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ചേട്ടാ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഇമോഷണൽ സീന് മറ്റൊരാളിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് വലിയ അംഗീകാരമാണ്. അത് മുകേഷ് ചേട്ടനെ പോലുള്ള ഒരു നടന്റെ കണ്ണുനീര് വരുന്നത് വലിയ ഒരു അംഗീകാരമാണ് അത്. അപ്പൊ അതിന്നൊക്കെ ഒരു എന്താ പറയാ ശരിക്കും കലാഭവമണി സാർ അല്ലെങ്കിൽ മണിച്ചേട്ടന്റെ പാട്ടുകൾ അഭിനയം ഒക്കെ ഇന്നും കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പം എപ്പോഴെങ്കിലും മണിച്ചേട്ടന്റെ പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയനെ എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ലതായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും സഹായങ്ങൾ കിട്ടിയേനെ. പക്ഷെ നമുക്ക് പറഞ്ഞു സത്യം എല്ലാം മുകളിലിരിക്കുന്ന ആളാണ് വിചാരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുന്ന നമുക്ക് അറിയാം. അത് മത്സ്യങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. എങ്കിലും മത്സ്യങ്ങൾ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ഒരുപാട് പേര് ഉണ്ട്. ഇപ്പോഴും മനുഷ്യന്റെ ഓർമ്മകളുമായിട്ട് അവരിങ്ങനെ ഒരുപാട് പേരിങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വിളിച്ച് നടത്തി. അതൊക്കെ വലിയൊരു കാര്യം. പിന്നെ ചില സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും അതൊക്കെ ചെയ്ത് നമ്മുടെ ലൈഫിൽ നിന്നൊക്കെ എടുത്ത് ചെയ്യാറുണ്ടല്ലോ. നമ്മളെ സങ്കടപ്പെട്ട് അഭിനയിക്കാറുണ്ട്. സെന്റിമെന്റ്സ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചില ഓഡിഷൻ ചെയ്യാൻ പോകാറുണ്ട്. സിനിമയുടെ ഓഡിഷന് പോകും. അപ്പൊ അന്നേരം അവര് പെട്ടെന്ന് പറയും എന്തെങ്കിലും കൈനിട്ടോ നമ്മള് കൈനിട്ടോളാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈനിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന് ബൈക്ക് വാങ്ങി കൊടുക്കുന്നു പറയുമ്പോ പുള്ളി പറയുമ്പോ ബൈക്ക് വാങ്ങില്ല എന്ന് പറഞ്ഞ് ഒച്ചമ്പകളായിരുന്നു. അപ്പൊ ഇതിന്റെ സ്ഥലം ഭാര്യ പറയുകയാണോ ബൈക്ക് വാങ്ങി കൊടുക്കുന്നു. അങ്ങനെ ബൈക്ക് വാങ്ങി കൊടുത്തിട്ട് മകൻ ആ ബൈക്ക് അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാധനം ഞാൻ ചെയ്തതാണ്. അതെന്റെ കയ്യിൽ നിന്നൊരു സംഭവമാണ്. അത് കരച്ചിലും പിടിച്ചിരുന്നൊക്കെയാണ്. അപ്പം ലൈവായിട്ട് നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും. ചില കാര്യങ്ങളോ നമ്മളെ സുഹൃത്തിലാണ് ബൈക്ക് അപകടത്തിൽ മരിച്ചു പോയത്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളി പോയി. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ നമ്മളും കരഞ്ഞു. ഇങ്ങനെ ഓഡിഷൻ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ചെയ്തു. പിന്നെ കുറെ സിനിമകളൊക്കെ അഭിനയിച്ചു കേട്ടോ. ഇത് കൂടാണ്ട് RDS പടം കണ്ടു. അതിനകത്തെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും സങ്കടപ്പെട്ടൊരു സീനാണ്. എനിക്കത് നല്ലൊരു വേഷം ചെയ്ത ആളാണ്. അതില് ലാൽ സാറും നമ്മുടെ ഷൈനും കൂടെ റൂമിൽ ഇരിക്കുമ്പോൾ അസിസ്റ്റന്റ് ഉണ്ടല്ലോ കത്തി താഴേക്ക് വീഴുന്ന ആ സിനിമ ഉണ്ടെങ്കിൽ അറിയാം. സിനിമ കണ്ടവർക്ക് കത്തി താഴേക്ക് ടിങ് എന്ന് പറയും വീഴും. വീണ് കഴിയുമ്പോ കത്തി ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു വില്ലൻ ഞാനാണ് ഇങ്ങനെ കത്തി ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നു. അപ്പൊ അവര് ഷൂട്ട് ചെയ്തപ്പോ എന്റെ ഫേസ് ഷൂട്ട് ചെയ്തു. അവരുടെ ലുക്ക് നോക്കി പോകണം ഷൂട്ട് ചെയ്തു. സിനിമ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കത്തി എടുത്തുകൊണ്ട് വെക്കുന്നു. ഇത്ര പാവം. ഞാൻ ആകാശ് എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ചു, ഡയറക്ടറെ വിളിച്ചു. പുള്ളി കുറെ സ്റ്റോറി ഒക്കെ പറഞ്ഞു. ചേട്ടാ അടുത്ത പടത്തിൽ നമുക്ക് ഇത് നോക്കാം. ഇത് ഞാനല്ല എഡിറ്റ് ചെയ്തത്, എഡിറ്റ് ചെയ്ത ആളുടെ ഇത് പോയതാണ്. ഞാനൊരു വാക്ക് പറഞ്ഞു ഓക്കെ. പക്ഷെ എന്നെ പോലെ കലാകാരൻ ആ സിനിമയിൽ ഒരു കുഞ്ഞു വേഷമായിരുന്നെങ്കിൽ അത് വന്നാണെങ്കിൽ ആ സിനിമ അത്ര ഹിറ്റ് ആയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരൊരു ഓക്കെ നേതാന്ന് പറഞ്ഞു. അടുത്ത പടത്തിൽ വിളിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താ പറയാ അങ്ങനെ സംഭവിച്ചു. അതൊക്കെ നമുക്ക് നല്ലൊരു വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ട് സിനിമയില്. എന്നെ വെടിക്കെട്ടെന്ന് പറഞ്ഞ സിനിമയില് വെടിക്കെട്ടിൽ എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ വീട്ടിൽ പോയിട്ട് വെല്ലുവിളിക്കുന്ന സീനുണ്ട്. നിന്റെ ആങ്ങളെ വരുമ്പോഴല്ലോ അവനെ പൊക്കിക്കൊണ്ട് പോകും അല്ലെങ്കിൽ വലിച്ചിറക്കി തല്ലുന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സീനുണ്ട്. ആ സീനില് ആ പയ്യന്റെ അമ്മയുടെ അഭിനയിച്ച എന്റെ കൂട്ടുകാരി ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഒരു 3-4 സീൻ ഉണ്ടാവും.
അപ്പൊ സിനിമ കണ്ടെന്ന് പറയാൻ വേണ്ടി ചേച്ചിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല. ഞാൻ ആ പടം 2 ദിവസം കഴിഞ്ഞ് കണ്ടത്. ഈ ചേച്ചി കട്ട് ചെയ്ത് വിടുക. ഒരു ദിവസം ഞാൻ ചേച്ചിന്റെ ഫോൺ എടുക്കാത്ത സംഭവം എന്ന് വെച്ചാൽ മെസ്സേജ് കൊടുക്കുമ്പോൾ ചേച്ചി തിരിച്ചു വിളിക്കും. പക്ഷെ ഞാൻ പടത്തിലില്ല കേട്ടോ. അവിടെ ഷോക്കായി. ഞാൻ ചേച്ചി പറയാം, വിഷ്ണു 2 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു ആ സീൻ കട്ട് ചെയ്ത് പറയും എന്ന് പറഞ്ഞു. ലെങ്ത് കൂടും. അപ്പൊ ഞാൻ ചേച്ചിയിലേക്ക് ആ സീൻ ഞാനും ഇല്ലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അതിനകത്ത് വേറെ പെങ്കുച്ച വിളിക്കാൻ വന്നു. ഒരു തൊടുപുഴ ഭാഗത്തൊരു കുട്ടി വന്നു, നല്ല മെഡിക്കൽ വെച്ച് വന്നത്. അവന്റെ പെങ്ങളുണ്ടായിരുന്നു. ആ കൊച്ചൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറച്ച് സീൻസ് നമ്മൾ പ്രതീക്ഷ ഫേസ്ബുക്കിലൊക്കെ ഇടും. പിറ്റേ ദിവസം പടം കാണാൻ പോകുമ്പോ അതിലിരിക്കുന്ന അവസ്ഥ. അല്ല, ഞാൻ എപ്പോഴും ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഭയങ്കര ആകാംക്ഷയോടെ ഒരു ചെറുപ്പക്കാരൻ സിനിമ കാണാൻ പോവുകയും എന്നാ തന്റെ ഒരു എന്താ പറയാ അതിനകത്തൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ ഉള്ള സങ്കടം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഒരു അനുഭവം ചേട്ടന് ഉണ്ടായിട്ടുണ്ടല്ലോ ഒരുപാട്. ഒരുപാടുണ്ടായിട്ടുണ്ട്. കാരണം ചെയ്ത സിനിമകൾ ഇപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ സിനിമ നല്ലൊരു വേഷം ചെയ്തതാണ്. അത് ഇറങ്ങുന്നൊക്കെയാണ് പറഞ്ഞത്. എന്റെ കൂടെ പാട്ട് പാടാൻ വന്നൊരു പയ്യനുണ്ട്. അവന് ആ പടത്തിൽ നായകന്റെ മെയിൻ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചിരുന്നതാണ്. മഹാരാഷ്ട്ര കോളേജിൽ അതിന്റെ കഥയാണ് ജാലിയൻ വാലാബാഗ്. മെക്സിക്കോ അപാരത ടീമിന്റെ സിനിമയാണ്. പക്ഷെ ആ സിനിമയില് ആ അഭിനയിച്ച വ്യക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ വെള്ളൂർക്കുന്ന അമ്പലത്തിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തതാണ്. അപ്പൊ ഞാൻ ചോദിച്ച പടം ഇറങ്ങുമെന്ന് വെച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല കേട്ടാന്ന് പറഞ്ഞു. അവൻ സങ്കടം കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ആ ഇറങ്ങിയിരുന്നെങ്കിൽ അവന് നല്ലൊരു ബ്രേക്കാണ് സിനിമ. കാരണം നായകന്റെ മെയിൻ കൂട്ടുകാരനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് കമ്മട്ടിപ്പാട സിനിമ കണ്ടല്ലേ, അതിനകത്ത് ദുൽഖറിന്റെ ചെറുപ്രായം ചെയ്ത പയ്യനുണ്ടല്ലോ, അവനാണ് അപ്പുറത്തുള്ള നായകൻ. അപ്പൊ അങ്ങനെ അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ 1-2 സിനിമ അഭിനയിച്ചിട്ട് പേര് പറയുന്നില്ല. അതൊക്കെ ഇറങ്ങുമെന്ന് തന്നെ സംശയമാണ്. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടാണല്ലോ അത് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഇതാണല്ലോ എന്ന് നോക്കുകയാണ് ഇരിക്കുന്നത്. അങ്ങനെയുണ്ട്. ജ്യോതി ചേച്ചിയിലേക്ക് വരുമ്പോ ഇപ്പൊ ഒരു മൂവി ചെയ്തിരിക്കുകയാണല്ലോ, അപ്പൊ ആ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പോയി ചെയ്തതാണ്. അത് കാരണം എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ട്രെയിലർ വന്നപ്പോൾ നന്നായിട്ടുണ്ട്. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു സ്റ്റണ്ട് സീൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഡയലോഗൊന്നുമില്ല. എങ്കിലും ആ ഒരു സീന് നന്നായി പോയിട്ടുണ്ട്. മൂവി ആദ്യത്തെ ചിത്രമാണോ? അല്ല, അതിന് മുന്നേ ഞാൻ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. അതില് ഞാൻ പറഞ്ഞില്ല റിപ്പോർട്ടറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ മാസം റിലീസാണ്. ഇത് 2 ഈ മാസമാണെന്ന് പറഞ്ഞു. അപ്പൊ 2 ഇരട്ടി മധുരമാണല്ലേ? 2 മൂവി ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് 2ഉം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. കാരണം എനിക്ക് ഇതിന് മുന്നേ അങ്ങനെ ആക്ടിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിൽ ആദ്യത്തേതായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ലാണ്ട് പോയി. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഇപ്പം 3 ഷോർട്ട് ഫിലിം കഴിയും. ഇപ്പൊ ഈ 2 മൂവിയാണ് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളോടെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുമ്പോ എനിക്ക് ഇനി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ആളാണ്. പക്ഷെ ആ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വന്നെങ്കിലും ലൈഫിൽ ഞാൻ ആവശ്യമില്ലാണ്ട് കുറെ ഒറ്റയ്ക്കായപ്പോ ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് അപവാദങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ എന്താ ഏതാന്ന് എനിക്ക് തുറന്നു പറയാൻ ഒരു അവസരം വരും എന്നൊരു പ്രതീക്ഷ എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയും എൻ്റെ ഒരു നിൽക്കുന്ന ഒരു പൊസിഷനും അത് തന്നെയാണ്. എനിക്ക് ഇന്റർവ്യൂസിലൂടെ എൻ്റെ ലൈഫ് എന്താന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ അമ്മയും ഞാനും മാത്രമായിരുന്നു. പിന്നെ അമ്മ എന്നൊക്കെ നമ്മൾ ഇടുക്കിയാണ് എൻ്റെ സ്വന്തം സ്ഥലം. അപ്പം അമ്മ കൂലിപ്പണിക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നീടുള്ള ജീവിതമൊക്കെ മഠങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 17-ാം വയസ്സിൽ കെട്ടിച്ചു വിട്ടു. പിന്നെ 3 പിള്ളേരായി. 3 പിള്ളേരുമായിട്ട് 24-ാം വയസ്സിൽ ഡിവോഴ്സായി. അവിടെ നിങ്ങോട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാനുള്ള ഓട്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. കൊച്ചിയിൽ ഞാൻ വീട്ടുപണി എടുത്ത് ജീവിച്ച ആളാണ്. ഒരു ദിവസം 10ഉം 15ഉം വീടുകളിൽ പോയി പണിയെടുത്തുകൊണ്ട് നടന്ന ആളാണ്. അങ്ങനെ ആ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതും മോള് പോയ കമ്പനിയിലെ സിഇഒയുടെ നിർബന്ധം കൊണ്ട് മാത്രം വന്ന ജിയാൻജി എന്ന് പറഞ്ഞിട്ട് കമ്പനി. അപ്പൊ അതിന്റെ സിഇഒ ശരത്ചന്ദ്രനാണ്. ശരത്തിന്റെ നിർബന്ധം കൊണ്ട് മാത്രം ഈ ഇൻഡസ്ട്രിയിൽ വന്നയാളാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് കുത്തുവാക്കുകളും അവഗണനകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നിറത്തിന്റെ പേരില് ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് ഇവളെയൊക്കെ ആരാണ് മോഡലായിട്ട് എടുത്തതെന്ന് ചോദിച്ചവര് വരെയും ഉണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെ ആ ഒരു നിറത്തിനോടുള്ള അവഗണന കൊണ്ട് എനിക്ക് വാശിയായിരുന്നു ഇൻഡസ്ട്രിയിൽ തന്നെ എവിടെയെങ്കിലും എത്തി കാണിക്കണം എന്നുള്ളത്. ആ വാശിപ്പുറത്താണ് ഈ മിസസ് ഇന്ത്യ വരെ പോയത്. അല്ല, അത് ഒരു വലിയ കാര്യം തന്നെ അല്ലേ? അതെ.
പെട്ടെന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ശരിക്കും ഇപ്പോൾ ഉള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ഒന്ന് കളറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ കഴിവിനെ അല്ല അവർക്ക് വേണ്ടത്, മറ്റുള്ളവർ എങ്ങനെ നടക്കുന്നു എന്ന് ആലോചിച്ച് ബോധേഡായിരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട്. അപ്പൊ അത്രയും അടുത്ത് നിന്ന ആൾക്കാരിൽ നിന്ന് കേൾക്കാറുണ്ടായിരുന്നോ? അടുത്ത് നിന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത്. അകലെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് കുറ്റപ്പെടുത്തുക. കാരണം ഒരു പക്ഷെ അവരെക്കാൾ കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ് അത്. അല്ലാണ്ട് വ്യക്തി വൈരാഗ്യമൊന്നും അല്ലായിരിക്കാം, പക്ഷെ നമ്മൾ വളർന്നു പോകുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. എൻ്റെ കൂടെ നിന്നവരാണ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബന്ധുക്കളും ഒന്നുമായിട്ട് യാതൊരു വിധത്തിലും അടുപ്പം വെച്ച് പുലർത്തുന്ന ആളല്ല. ഞാനും എൻ്റെ പിള്ളേരും. കാരണം എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആരിൽ നിന്നും ഒരു നല്ല വാക്കോ സഹായമോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം വീട്ടിലാണെങ്കിലും ഞാൻ ഒരാളെ ഉള്ളു മോളായിട്ട്. അച്ഛൻ പോയി. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് താഴെ നിൽക്കുന്നു. ബാക്കി എല്ലാവരും നമ്മളെ കഴിഞ്ഞ് മുകളിൽ നിൽക്കുന്നു. അപ്പൊ നമുക്ക് കൂടപ്പുറപ്പുകളിൽ നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും അതിൻ്റെതായ അവഗണനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. കാരണം ചെറുപ്രായത്തിൽ അത് അറിയില്ലല്ലോ. കുറച്ചുകൂടെ വളർന്നു വന്നപ്പോൾ അതായിരുന്നു അവഗണനയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ പിള്ളേരെയും കൊണ്ട് സ്വസ്ഥം സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ സമാധാനമുണ്ട്. ഇപ്പൊ അങ്ങനെ ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. ഇഷ്ടമായിട്ട് നമ്മുടെ എന്താ പറയാ അഭിനയിക്കാം അല്ലെ, മോഡലിംഗ് ഒക്കെ ചെയ്ത് നല്ല ഹാപ്പിയായിട്ട്. ചില പിള്ളേര് 3 പേരും മോഡലിംഗ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്കും ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാം. അതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല. എനിക്ക് അവരെ മാത്രം നോക്കിയാൽ മതിയില്ല, അവരെന്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ അവർക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. ഞങ്ങൾ 4 പേരോട് ഒന്നിച്ചാണ് മിക്കവാറും ഷോയ്സിനൊക്കെ പോകുന്നത്. ഇപ്പൊ മൂത്തയാള് മാത്രം എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്. അവൾക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൾ ഇച്ചിരി കുറച്ച് വെച്ചിരിക്കുക. ബാക്കി 2 പേരും എന്റെ കൂടെ എല്ലായിടത്തും ഉണ്ടാവും. അല്ല, മക്കള് അമ്മയായിട്ട് പോകുന്ന പറയുമ്പോ അതൊരു വലിയ കാര്യമാണല്ലോ അഭിലാഷ് ചേട്ടാ. ഒരു ഫാമിലി ഫുള്ള് പോവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണത്. അപ്പൊ അത് ഒരു നല്ല ജേർണി അല്ലേ ഇത് ശരിക്കും. സാധാരണ പാരന്റ് ആണ് മക്കളെ കൊണ്ടുപോകാറുള്ളത്, നേരെ തിരിച്ചത്. ഇത് തിരിച്ചാണ്. മോളുടെ നിർബന്ധമായിരുന്നു ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അല്ല, ശരിക്കും സപ്പോർട്ടുള്ള ഒരു മകളെ കിട്ടിയതാണ് മക്കളെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നല്ല സപ്പോർട്ടാണ്. അവരെയും കൂടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇത്രത്തോളം വരാൻ പറ്റില്ലായിരുന്നു. ഏതെങ്കിലും ഒരു അവസ്ഥകളിൽ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടോ? കാരണം കുത്തുവാക്കുകളും ഒക്കെ ഉണ്ടായിട്ട്. ഇല്ല, കുത്തുവാക്കുകൾ നമ്മൾ ഈ ചെറുപ്പം മുതലേ കേട്ടു വന്നിട്ട് നമുക്ക് ശീലമാണ്. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഇതിലൂടെ പോകും. അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ചെറുപ്പത്തിലൊക്കെയാണത് നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ വന്ന് അതിനെ കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു ഒക്കെ ഒരുപാട് കണ്ണുനീരോടെയൊക്കെ ഇരുന്ന സമയങ്ങളുണ്ട്. ഇപ്പൊ ഒന്നും അതൊന്നും മൈൻഡില്ല. അല്ല, ജീവിതത്തിൽ കരഞ്ഞിട്ടുള്ള ആൾക്കാരാണ് പിന്നെ വിജയിച്ചിട്ടുള്ളത് അല്ല അഭിലാഷ് ചേട്ടാ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരാണ് വിജയിച്ചിട്ടുള്ളത്. പ്രണയം അല്ല, നല്ല പ്രണയമുണ്ട്. ഉണ്ട്, അതെ. അപ്പൊ ഒരു കാര്യം പറയാൻ ഒരു അവസ്ഥയില് പറയാം. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. ഒരു എല്ലാവരും ഒരു മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിലൊരു വഴിത്തിരി പോകുന്നതാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാവും. അവരിങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രണയത്തിൽ ചെന്ന് വിട്ടു. പ്രണയത്തിൽ പെട്ട് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ പെണ്ണ് തേച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആത്മഹത്യ ചെയ്തു. പുള്ളിക്കാര് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ പെണ്ണ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തു. പുള്ളിയുടെ കുടുംബത്തിലുള്ളവർക്ക് നഷ്ടം. അവളിപ്പോ നല്ല ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ കുറിച്ച് പറഞ്ഞു വേറൊന്നല്ല, ചിലവര് ഇങ്ങനെ ഇതുണ്ടല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തില് പ്രണയം അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിലത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, ചിലത് ആത്മാർത്ഥമായിരിക്കും. മഹേഷ് പ്രതികാരം കണ്ടാണ്, സിനിമ കണ്ടാണ് പാത്മാസിൽ. ആ സിനിമ ഒരാളുടെ ജീവിതമാണ്, പക്ഷെ അത് ആർക്കും അറിയില്ല. അതില് മറ്റേ സംവിധായകൻ യാത്ര ചെയ്യണ സമയത്ത് അടുത്തിരുന്ന ഒരാള് പറഞ്ഞ കഥയാണ് ആ സിനിമ കൊണ്ടുവരാൻ കാരണം എന്നാണ് പറഞ്ഞത്. അതായത് ഗൾഫിലേക്ക് ഒരാളെ ജോലിക്കായിട്ട് വീടും പറമ്പും എല്ലാം വിറ്റ് ഗൾഫിലേക്ക് പറഞ്ഞു വിട്ട് ഈ നേഴ്സാണ്. അപ്പൊ ആദ്യമേക്കും വിളിച്ച് കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും പൈസക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അവളൊന്ന് വിളിക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വരുമ്പോൾ നമുക്ക് കല്യാണം കഴിക്കാനുള്ള അതിൽ അവളവിടെ കല്യാണം കഴിച്ചൊരു കുട്ടി ഉണ്ടാകും. അപ്പൊ അവളുടെ സ്വന്തക്കാര് ആരെ മരിച്ചപ്പോഴാണ് വരുമ്പോ കുട്ടി ഫാമിലി ആയിട്ട് വരുന്നത്. അതിനുള്ള ജീവിതം എന്ന് പറയാ. അല്ല, പ്രണയം ഒരാൾക്ക് ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോക്സിക് റിലേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ടോക്സിക് ആകുമ്പോഴാണല്ലോ പലരും ബ്രേക്കപ്പ് ആവുന്നത്. അല്ല, ഞാൻ തെറ്റെന്ന് പറയുമ്പോ ആണുങ്ങളുടെ ഭാഗത്തുണ്ട് കേട്ടോ, ഞാനത് പറയുന്നില്ല. ചിലെന്ന് പറഞ്ഞാൽ ചില പെൺകുട്ടികളൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തിലേക്ക് വീഴും. പക്ഷെ എന്ന് പറയുമ്പോൾ അവര് വേറെ ഇതിലേക്ക് പോവുകയും ചെയ്യും. മനസ്സിലായില്ലേ? അവരെ പ്രതീക്ഷിക്കുമ്പോ ചിലപ്പോ
ഒരുപാട് സ്വപ്നം കണ്ടായിരിക്കും. അപ്പൊ പിന്നെ ലേഡീസിന്റെ ഭാഗത്ത് മാത്രമല്ല ജെന്റ്സിന്റെ ഭാഗത്തും അവർ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണ പ്രണയത്തിലേക്ക് ഒരു വിജയം ഉണ്ടാവുന്നതാണ്. അല്ല, നമ്മളിപ്പോ ലവ് മാരേജ് അല്ലെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും നമ്മൾ കല്യാണം കഴിച്ച് നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിൽ പോലും ഒരാളെ നമുക്ക് എത്രയെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ പാരന്റ്സ് ഒരിക്കലും സപ്പോർട്ട് അല്ല. ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ ചേച്ചിക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുമായിരുന്നു. ഡിസർവിംഗ് ആണ്, പക്ഷെ പാരന്റ്സും കൂടി സപ്പോർട്ട് അല്ല. നാട്ടുകാരെന്ത് പറയുന്നു, അതാണ് മെയിൻ ഡയലോഗ്. നാട്ടുകാരെന്ന് പറയുന്ന കാര്യത്തിലൊരു കാര്യം പറയാം, പ്രണയമല്ലോ. നമ്മുടെ പെരേര അറിയാലോ, അതെ. അപ്പൊ എനിക്ക് ഈയിടെ ഒരു കമന്റ് ഞാൻ അവന്റെ ഇതില് ശ്രദ്ധിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പെങ്ങളുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരുത്തന പേജിലിട്ടേക്കുവാണ്. അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പെരേരെ തെറി വിളിക്കുന്നുണ്ട്, പെരേരെ തിരിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ അവന് പറയാൻ അറിയാഞ്ഞിട്ടും അല്ലായിരിക്കും, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, സുഹൃത്തെ ഈ ഇതുപോലത്തെ ഫോട്ടോസ് ഒരിക്കലും എടുത്തിരുത്. തെറ്റ് കഴിയുമ്പോന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന ഒരാള് ആ കൊച്ചിന് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം തീർന്നു ഞാൻ കമന്റ് ഇട്ടു. കമന്റ് ഇട്ടപ്പോ അവന് ഇത് കേൾക്കാണ്ട് നമ്മള് തെറി വിളിച്ചു. ഞാൻ പൊതുവെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പൊ ഈയിടെ ഒരു വർക്ക് ചെയ്യാനായിട്ടൊരു ആർട്ടിസ്റ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു അഡ്വാൻസ് ഒക്കെ അവള് വാങ്ങിട്ടോ അതിനുള്ളത്. അത് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊരു രാത്രി ഒരു മെസ്സേജ് വന്നിട്ടു, നിങ്ങളുടെ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചിന്ത കാരണം വെച്ചു ആ രീതിയിൽ ഈ സ്ക്രീൻഷോട്ട് ഇട്ടേക്കും, എന്നിട്ട് ബ്ലോക്ക് ചെയ്തു പോയി. അപ്പൊ എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല, ഇത് എന്താണ് സംഭവം എന്ന്. അപ്പൊ ഞാൻ എന്നിട്ട് എന്റെ മകന്റെ ഫോണിൽ നിന്ന് ഞാൻ മെസ്സേജ് കൊടുത്തു, എന്താണ് കാരണം നിങ്ങൾ വർക്ക് ചെയ്ത് അല്ല ഇതുകൂട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തെരുവിലുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, അത് എന്റെ വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ പെൺകുട്ടിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനിയത്തിയുടെ മോളുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നു. ഇത് തെറ്റാണ്, തെറ്റെന്ന് പറഞ്ഞു. അപ്പൊ അത് എല്ലാവരും എന്റെ ഈ ടീമിലുള്ളപ്പോ ഞങ്ങൾ ബ്രൈറ്റ് ആണെങ്കിൽ എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറയേണ്ട സ്ഥലത്ത് പറയണം. കാരണം അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ വീട്ടിലിരിക്കുന്നവരെ ഓരോരോ ഫോട്ടോസ് എടുത്തിരും. ഇത് നമ്മളിപ്പോ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, മിമിക്രി ചെയ്യുക, എന്ത് ചെയ്യണം, അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമായിരിക്കും. ചിലവർ അംഗീകരിക്കും, ചിലവര് പരിഹസിക്കും, അതൊക്കെ ഒരു ഇത്. അപ്പൊ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ വർക്കിൽ നിന്ന് ഞാൻ പിന്മാറുവാന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ചിലപ്പോ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഈ അടുത്ത ആളെ കണ്ടെത്തി ചെയ്യുമ്പോൾ ഇതിന് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ആളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാരണമാണ് അവര് കണ്ടേക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് ചേട്ടാ, നമ്മള് നാട്ടുകാരെ പാരന്റ് ഒരു നാട്ടുകാരെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിൽ അഹങ്കാരി എന്നുള്ള ഒരു മുദ്ര ഉണ്ടാവും. അതിപ്പോ എങ്ങനെ നടന്നാലും ഉണ്ടാവും. ഇതിലല്ല ഇത് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്, അതിന്റെ ഒരു ഭാവിയുള്ളതാണ്. ഇത് ഫോട്ടോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തിടുമ്പോ ആ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവരും കാണുന്ന സംഭവമാണ് അല്ലെ. അതിന് മാത്രം ഞാൻ പറഞ്ഞതിനാണ് ഉടക്കുണ്ടായിരുന്നത്, മനസ്സിലായി. അല്ലാണ്ട് നമുക്ക് ആ പുള്ളി ആ വ്യക്തിയോട് നമുക്ക് ഒരു പിണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഡിലേറ്റ് ആക്കുന്ന പറഞ്ഞോളൂ, മനസ്സിലായി. ഞാൻ ഡിലേറ്റ് ആക്കി കളാം, ഇത് മോശമായ പരിപാടിയാണെന്ന് പറഞ്ഞു ഉള്ള രീതി പറഞ്ഞു. അപ്പൊ പുള്ളി എന്നെയും പറഞ്ഞപ്പോ ഞാൻ തിരിച്ചു പറഞ്ഞു. ഇത്ര സംഭവം ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പെട്ടെന്നാണ്. ഇപ്പം മണിച്ചേട്ടന്റെ സഹോദരൻ അദ്ദേഹം നേരിട്ടത് വലിയൊരു അപമാനം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ് സൗന്ദര്യം കൂടിപ്പോയി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ തലയിലുള്ളത് കറുത്ത നിറമാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അതൊരു കഴിവുകേട് തന്നെയാണ്. അപ്പൊ അങ്ങനെ കളിയാക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് ഒരുപാട് കളിയാക്കൽ വരുന്നത് കാരണം ഈ അച്ഛനും അമ്മയ്ക്കും വേറെ മാറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ ജീവിതത്തിൽ, ലൈഫിൽ. അപ്പൊ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു ലൈഫായിരുന്നല്ലേ. എന്റെ വല്യമ്മയുണ്ട്, അമ്മയുടെ അമ്മയും വല്യച്ഛൻ അമ്മയുടെ അച്ഛനുമാണ് എന്നെ മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അമ്മയ്ക്ക് വേറെയാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ട ലൈഫായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് മിമിക്രി ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്. അപ്പൊ എന്റെ സുഹൃത്തുണ്ട് സുമേഷ് കുട്ടിലൊക്കെ, അവൻ കോമഡി ഉത്സവത്തിന്റെ ആർട്ടിസ്റ്റ് ആണ്. അതിനായിട്ട് സിനിമയിൽ അഭിനയിച്ചപ്പോ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് സുമേഷ് കുട്ടിലൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയിട്ട് അപ്പൊ ഞാൻ വല്യമ്മോട് പറഞ്ഞു, വല്യമ്മ പറഞ്ഞു മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു ദക്ഷിണ വയ്ക്കണം. ഈ ദക്ഷിണ വെച്ചാലാണ് ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഞാൻ പോയി വെറ്റി അടക്കിയാൽ വെച്ചപ്പോ കളിയാക്കി, പൈസ ഒന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ 10 കോരി അങ്ങനെ തൊട്ട് വെച്ചു കൊടുക്കും. അതുപോലെ എനിക്ക് ഇങ്ങനെ സിനിമയെ കാരണം എന്ന് പറയും. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ ചേട്ടാന്നാണ്. അപ്പൊ ഞങ്ങള് കമ്പനി കൂടുതൽ ഇടാപോടാ ബന്ധായി. അതുകൊണ്ട് എന്നെ പറഞ്ഞ് മിമിക്രി ഒക്കെ ചെയ്യും, മിമിക്രി ചെയ്ത് എങ്ങനെ എനിക്ക് അറിയുന്നത് പുള്ളിയുടെ സപ്പോർട്ടോടെ സ്കൂളിൽ മിമിക്രി തുടങ്ങി. എങ്ങനെയാണ് വന്നത്, പുള്ളിയൊരു സപ്പോർട്ടാണ്. അപ്പൊ വല്യമ്മയെ വിളിച്ചത് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും കാര്യം തീരും എന്നുള്ള അതിലാണ് നമ്മൾ മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷ ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ആവും. താഴേക്ക് പോവാണെങ്കിൽ താഴേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞത്. ചേട്ടന്റെ ഭാര്യ നല്ല സപ്പോർട്ട് വീട്ടിൽ എല്ലാവരും സപ്പോർട്ടാണ്. എന്റെ മകനൊക്കെ എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ
മകൻ ഏത് മൂവിയിലാ ചെയ്തിട്ടുള്ളത്? മകൻ കോളനി സിനിമ ചെയ്തിട്ടുണ്ട്. ഓ, അപ്പൊ അച്ഛനും മകനും ആണല്ലേ തിളങ്ങി നിൽക്കുന്നത്. ഈ കോളനി മൂവിയിൽ ഒരുപാട് പേരുണ്ട്. ചാളമേരി ചേച്ചി തിരിച്ചു വന്നൊരു സിനിമയാണ്, മോളെ കണ്ണമാരി ചേച്ചി. ഒരു പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വരിക, ചേച്ചി വയ്യാണ്ട് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ആ കിടപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കിടപ്പാകും, ആള് തിരിച്ചു വരാന്നൊരു പ്രതീക്ഷയാണ്. പക്ഷെ എന്തോ ദൈവം, ചേച്ചി എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അങ്ങോട്ട് ഈ മാതാവ് വളർന്ന കാലം എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. അത് കറക്റ്റ് കാര്യമാണ്. ചേച്ചി ഡബിങ്ങിന് വരെ വന്നു, കുറച്ച് സീൻസ് എടുക്കാനുള്ള ചേച്ചിയുടെ വീടിനടുത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ പലരും അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. കുറെ പുതുമുഖ താരങ്ങളുണ്ട്, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പിന്നെ പാട്ടുകളാണെങ്കിലും 1-2 പാട്ട് നല്ല ഫീൽ ചെയ്യണം, സെന്റിമെന്റ്സ് പാട്ടുണ്ട്. കലാഭവൻ പത്മ ചേച്ചി പാടിയ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പാട്ട്. പിന്നെ മണികണ്ഠൻ ചേട്ടൻ പാടിക്കണത്, സീത ചാലക്കുടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ടും പാടിയത്. നല്ലൊരു മൂവിയാണ് സിനിമ. പിന്നെ ബാക്കിയെല്ലാം സ്വീകരിക്കുന്ന പ്രേക്ഷകരാണോ, പ്രേക്ഷകർ നമ്മളെങ്ങനെ ഒക്കെ ഓർമ്മയാണ്, അത് തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ്. അപ്പൊ ചേട്ടൻ പാട്ട് പാടും, ചേച്ചി പാട്ട്? പാട്ടൊന്നും ഇല്ല, രണ്ടുപേരും എന്തായാലും. ഇതുവരെ കാരണം ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ അടുത്താണ് ഇരിക്കുന്നത്. പാട്ടുകളുണ്ട്, മിമിക്രി ഉണ്ട്, അഭിനയം എല്ലാം ഉണ്ട്. എന്നാലും ചിരിക്കാനുള്ള സാധനം ചെയ്യാം. ഇപ്പൊ നമ്മുടെ ചോട്ടാമുമ്പ എന്ന് പറഞ്ഞ സിനിമയില് മണിച്ചേട്ടൻ കണ്ടെങ്കിൽ ഭയങ്കര വില്ലനായിട്ടാണ്. ഈ മണിച്ചേട്ടൻ ചെയ്ത ഈ ക്യാരക്ടർ മാമുക്കോയ്ക്കായിലൂടെ മാമുക്കോയുടെ ശബ്ദം അടിപൊളിയായിട്ട് എന്താണ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് കാണിക്കും. അത് ഞാൻ അതായത് ഫസ്റ്റ് ഇതിന് മണിച്ചേട്ടൻ ചോട്ടാമുമ്പ സിനിമയിൽ മണിച്ചേട്ടൻ ഒരു കഥാപാത്രം ചെയ്യാം. പിന്നെ മരണം കണ്ട മനസ്സെന്ന് പറഞ്ഞേക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. 2 കുപ്പി കവിന്റെ പുറത്തെ കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുള്ള പറഞ്ഞ വാക്കല്ല, കൊല്ലുന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും പറ്റള. ഈ ഒരു സംഭാഷണം നമ്മുടെ മാമുക്കോയ്ക്കയിലൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ് അവിടുത്തെ ശൈലി വെച്ച്. നിങ്ങൾക്ക് വായിച്ച വേദവസത്തിലെ അതൊന്നും നമ്മളാണ് പേര് കോയ. നിന്നെ മരണം കണ്ട് വായിച്ചിരിക്കുമ്പോ നിന്റെ മോനെ നമ്മൾ കൊല്ലും. 2 കുപ്പിക്കള്ളിന്റെ പുറത്ത് കോഴിക്കോടുള്ള കുട്ടികൾ പറഞ്ഞ വാക്കല്ല, അവനെ കൊല്ലുന്ന് പറഞ്ഞാൽ കൊല്ലും, പറച്ചോനാണ് കൊന്നിരിക്കും. ശരിക്കും എല്ലാരും എന്താ പറയാ, ഷൂട്ടിന് പോയി. ഇങ്ങനെ സന്തോഷ് പണ്ഡിറ്റിന്റെ പടത്തിൽ വില്ലനായിട്ട് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞില്ലേ, പുതിയ പട ഷൂട്ട് എടുക്കാം. സന്തോഷ് ചേട്ടന് എനിക്ക് ആഗ്രഹമായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ പടത്തിൽ ചെയ്യണമെന്ന്. അപ്പൊ ചേട്ടൻ വിളിച്ചു, ഞാൻ പോയി. നല്ലൊരു ക്യാരക്ടറാണ് അതിനകത്ത്. അദ്ദേഹത്തിന്റെ പടത്തിൽ തന്നെ എല്ലാ നായികമാരെ കൊല്ലുന്ന സീൻ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ദിവസം വീണ്ടും ഉണ്ട് ബാലൻസ് ഉണ്ട്. അപ്പം ഞാൻ ആ സിനിമയിലേക്ക് പോണ സമയത്ത് അവിടെ ഒരു ഇക്കായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ ഇക്ക് മാമുക്കോയുടെ ഭയങ്കര ഫ്രണ്ടാണെന്നുള്ളത്. അപ്പൊ ഞാൻ മിമിക്രിക്കാരനാണെന്ന് പുള്ളിയോട് പറഞ്ഞില്ല, മാമുക്കോയ്ക്ക് അവതരിപ്പിക്കുന്ന കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്കാണ് മാമുക്കോയ്ക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണെന്ന് പറയുന്നത്. പുള്ളി എന്നെ ദേഷ്യപ്പെടുന്നവരെന്നോ പിന്നെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. പുള്ളിക്ക് അറിയില്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് പുള്ളി സലാമെന്ന് കണ്ട പേര്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇക്കൊന്ന് ചേർന്ന് തന്നെ ഞാൻ ഒരാളുടെ വോയിസ് അനുകരിക്കാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങനെ കഥ ഓർത്തപ്പോ ഞാൻ പെട്ടെന്ന്, മോനെ സലാമേ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ച പോലെയല്ലേ ഇപ്പോഴത്തെ പിള്ളേർ. ഇപ്പോഴത്തെ പിള്ളേര് ന്യൂ ജനറേഷനാണ്, എന്ത് വേണമെങ്കിലും ചെയ്യും മോനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സൗണ്ട് വരുമ്പോ പുള്ളി എന്നെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയെ എന്നിട്ട് കലയെ പുള്ളി എന്നുണ്ട്. അപ്പം അപ്പൊ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു നടനെ അനുകരിച്ചു, കാരണം പുള്ളിയുടെ വലിയ സുഹൃത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. പറഞ്ഞു പുള്ളി കോണ്ടാക്ട് ചെയ്തു, നമ്പറെ വാങ്ങി അങ്ങോട്ടും വിളിക്കുകയാണ്. കാരണം വെച്ചാൽ ആ ഒരു പെട്ടെന്നൊരു അടുപ്പായി പോയി അയക്കാട് സൗണ്ട് എടുത്തു. നമുക്ക് അയക്കാൻ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല സുഹൃത്തായിരുന്നു. ശരിക്കും നമുക്ക് വെട്ടൻ സിനിമയിലൊക്കെ ഉള്ള ആ ഒരു ആക്ടിങ് ഒക്കെ അല്ലേ, തഗ്സ് ഒക്കെ പറയുന്നതിൽ ആള് വലിയൊരു പുള്ളിയാണ്. അപ്പം ഇപ്പൊ ശരിക്കും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഞാൻ കൂടുതലും ചെയ്യുന്നത് പഴയ താരങ്ങളെ ചെയ്യുന്നത്, ഇപ്പോഴത്തെ താരങ്ങളെക്കാളും കൂടുതൽ പഴയ താരങ്ങൾ. ഇപ്പൊ ജനാർദ്ദൻ ചേട്ടന്റെ വോയിസ് കേട്ടാലേ, ജനാർദ്ദൻ ചേട്ടന്റെ വോയിസ് കണ്ടല്ലേ, അതിനകത്ത് പുള്ളിക്ക് ഒരു കുപ്പി കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ. ആ കുപ്പി ഇങ്ങനെ പിടിച്ചിട്ട് പുള്ളി പറഞ്ഞത് മുകേഷ് ചേട്ടൻ കൊണ്ടുള്ള കുപ്പി നടിയെ കിട്ടാൻ വേണ്ടി. അപ്പൊ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ട് പുള്ളി ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. അപ്പൊ പൊന്നപ്പനല്ല തങ്കപ്പൻ. സത്യാവേ ആരാ വന്നിരിക്കുക കണ്ടോ, പൊന്നപ്പൻ അല്ല തങ്കപ്പൻ. ഊർവശി തിയേറ്റേഴ്സ് കേട്ടോ, അതിലെ പ്രധാനപ്പെട്ട നടിയല്ലേ. അപ്പൊ തങ്കപ്പൻ ഇത് ബാലകൃഷ്ണൻ. അപ്പൊ അങ്ങനെ ഒരു സൗണ്ട് ചെയ്യാറുണ്ട്. അത് പിന്നെ അനിയമ്പാവ ചേട്ടൻ പോയാലും പുള്ളി ലാസ്റ്റ് സീനിൽ ഒരു പിസിലടി കിടക്കുമ്പോ പ്രേമമാറായണ്ണ കൂടി അടി കൊടുക്കില്ല. അന്നേരം ഇന്ദ്രൻസിന്റെ അടുത്ത് പായസത്തിലേക്ക് സീനിൽ അടി കിടക്കണം. വോയിസ് ഇങ്ങനെയാണ്, അതെ അനിയമ്പാവി ചേട്ടപ്പാവി നടന്നു വരുമ്പോ ഒരു പിസിലടി തുടങ്ങിയാ പിന്നെ അടിയായിരിക്കണം കെട്ടോടാ കൊട കപ്പി. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ജഗതിച്ചേട്ടൻ ഇന്നസെന്റ് ആണ്. ഇന്നസെന്റ് ഏട്ടൻ നമ്മളെ വിട്ടുപോയി. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരാണ് അമീക, സാക്ഷി, അസ്ക. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ
ദിലീപേട്ടനാണ് ഇന്നസെന്റേട്ടനെ ആദ്യമായിട്ട് അനുകരിച്ച് മറ്റേ മാവേലി എന്നൊരു സംഭവം അറിയാലോ. പിന്നെ എന്നുള്ള ഈ അവസ്ഥയിൽ ഓർക്കണം മറ്റേ MS തൃപ്പൂണിത്തുറ സാറില്ലേ, അതായത് ജയസൂര്യ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും, എന്റെ ഒരു നല്ല ഫ്രണ്ടാണ് ജയേട്ടൻ, അപ്പൊ ഏത് പാതിരാത്രി വിളിച്ചാലും പുള്ളി എടുക്കുന്ന ഒരു സൗണ്ട്, എടോ പാലക്കുട്ടി താനിവിടെ നിൽക്കാണ്ട് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ താനവിടെ നമ്പരാനാ, അല്ല പിന്നെ ഏതൊരാൾ പറഞ്ഞ് പാട്ട് പാടാം, ഞാനും പാടി മുക്കാവൂലായില്ല. കാരണം എന്താ പറയാൻ കാരണം ഇപ്പോഴും ചിലവര് തൃപ്പൂണിത്തുറ സാറിന്റെ വീട്ടിലാവുന്നവര് എടുപ്പിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ദേമാവലി കൊമ്പത്തില് ആ ഒരു രംഗം നമ്മുടെ പഴയ ഓർമ്മയിലേക്ക് ഒന്ന് പോകാം. കേട്ടല്ലേ കാസറ്റ് ഒക്കെ നമ്മുടെ ഓഡിയോ കാസറ്റ്, അതിൽ ഇന്നസെന്റേട്ടും മാവേലി ഗ്രൂപ്പായിട്ട് നമ്മൾ ജയിച്ചത്. ഞാൻ വന്നു മാവേലി തമ്മിൽ ഗ്രൂപ്പ് തിരുവിധി ചാരയുടെ ചാരി ലേഡീസിന്റെ ഇടക്കിടത്തേക്കിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഫോട്ടോ എടുക്കുക. അതെനിക്ക് ഇഷ്ടായി. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു പാലായി പോണതോ പള്ളി പോണതോ, അത് വേറെ ഒന്നുമല്ല, പാലാ പള്ളി എന്നുള്ള പാട്ടല്ലേ ഡൂപ്പ് തിരുവേദി. നന്നായിട്ടുണ്ട്. അല്ല ജഗതി ചേട്ടനൊക്കെ പണ്ടത്തെ അഭിനയം ഭയങ്കരമായിട്ട് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാലഘട്ടം ഒരു ബെസ്റ്റ് കോംബോ ആണ് ഇവരെല്ലാം. ഇനി അങ്ങനെ ഒരു ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടാവില്ല. ജഗതിച്ചേട്ടൻ നമ്മള് ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഇനി ഒരു മൂവിയിലേക്ക് തിരിച്ചു നമുക്കറിയില്ല, വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി എന്തായാലും ഒരു കോമഡി മൂവിയിലേക്ക് കൊമേഡിയൻ ആയിട്ടൊക്കെ ഇനി ആരും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്യുന്നുണ്ട്. അതാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ നാട്ടുകാരനാണ് സുരാജ് ഏട്ടൻ, സുരാജ് വൈനാറമൂട്. അപ്പം അദ്ദേഹത്തിന്റെ വീഡിയോ മൂവീസിലൊക്കെ ആണെങ്കിൽ പോലും പണ്ടത്തെ മൂവി ഇപ്പോഴും കൂടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പരിചയപ്പെടുന്നതും ആ ഒരു ബന്ധം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹാപ്പിൽ വെച്ച് വീണ്ടും പോകും. ഞാൻ പ്രൊഡക്ഷൻ ബോയ് ആണ് സിനിമയിലെ. പ്രൊഡക്ഷൻ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക, അറിയാലോ, സെറ്റിൽ നിന്ന് ഫുഡ് കൊടുക്കുക, വെള്ളം കൊടുക്കുക, അങ്ങനത്തെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് പ്രവർത്തിച്ചു പോയി. രസികൻ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ കലൂർ മണപ്പാട്ടി പറമ്പിലായിരുന്നു ഷൂട്ട്. അപ്പൊ അവിടെ ചിത്രീകരിച്ചത് മമ്മൂക്കാക്കും ലാലേട്ടനും വേണ്ടി ഒരു പാട്ടില് ഒരു സോങ് ഉണ്ടല്ലോ, അതിനകത്ത് ദിലീപേട്ടൻ ലാലേട്ടന്റെ മമ്മൂക്കയുടെ ആളായിട്ട് സുരാജേട്ടനും അഭിക്കായും ആ രംഗാണ്. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പില് പുള്ളിയുടെ ഞാൻ മിമിക്രി ആണെങ്കിൽ പുള്ളി എനിക്ക് മിമിക്രി ആയിരുന്നു. നല്ലൊരു ബന്ധമായിരുന്നു. ആ ബന്ധം ഞാൻ ഇങ്ങനെ നീണ്ടുവിട്ട് വർണ്ണത്തിലാശങ്ക എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവും, തൃശ്ശൂരാണ് ഷൂട്ട്. അപ്പൊ ഞാൻ ആ പഴയ കാര്യം പറഞ്ഞപ്പോ പുള്ളി പെട്ടെന്ന് കെട്ടിപ്പിടിച്ച്, അതായത് ആ ഓർമ്മ, പഴയ ഓർമ്മകളുണ്ടല്ലോ, ആ പ്രൊഡക്ഷൻ പോയി ആയ സമയത്ത് പുള്ളി ഒന്നും ജസ്റ്റ് ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ് മായാവി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് പുള്ളി കയറിപ്പോയി. ഇപ്പോഴും ഞാൻ വീണ്ടും വൈദ്യുതി വെച്ച് കണ്ടപ്പോ എന്നെ കണ്ടപ്പോ പുള്ളി അടുത്ത് പിടിച്ചിരുത്തി സംസാരിച്ചു. ജാടയില്ലാത്തൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ ദശമൂലനാമം ഒരിക്കലും മറക്കാൻ ജാടയില്ലാത്തൊരു കലാകാരൻ എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. എന്തായാലും അങ്ങനെ കാണാൻ പറ്റിയെന്ന് പറയാം. അപ്പൊ നമ്മുടെ ജഗദീഷന്റെ ഒരു വോയിസ് ചെയ്യാം. കോമഡി സ്റ്റാറിൽ 2 വർഷം ഞാൻ പ്രവർത്തിച്ചു, അപ്പൊ സപ്പോർട്ട് ആയിരുന്നു അദ്ദേഹം. അപ്പൊ ജഗദീഷന്റെ നോബിയും നെൽസനെ ചെയ്ത സ്കിറ്റ് കണ്ടപ്പോ എല്ലാവരും കൈയടിച്ചു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന കൈയടി കൊടുക്കേണ്ടത് ഓഡിയൻസിനാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഓഡിയൻസിന് വേണം കൈയടി. എന്തായാലും കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാം എല്ലാവരും കാണുക. എന്നെ കണ്ണ് കണ്ടിട്ടാണെങ്കിൽ എന്റെ വേപ്പാന്റെ കണ്ണും ഈ ഉണ്ടക്കണ്ണ, ഞാൻ മേലോട്ട് കൂട്ടുകാരൻ മായൻകുട്ടിയ കക്കും ചീര കക്കും കാട്ടുകിളി കക്കും കുട്ടി അനില അല്ല മഞ്ജു. പിന്നെ ചുമ്മാ ചെയ്തു വെക്കാറുണ്ട്. അപ്പൊ ചില സമയത്തൊക്കെ ജ്യോതിരൊക്കെ നമ്മൾ പറയല്ലേ, അപ്പൊ സൗണ്ട് ഏതൊന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തോ, മെസ്സേജ് ജ്യോതി നിങ്ങളുടെ സൗണ്ട് കാണുമ്പോൾ എന്റെ കണ്ണുകൾ നടന്നു എന്നാണെന്ന് അറിയില്ല. ഈ ആങ്കർ കുട്ടി ആർക്ക് ട്രോൾ ചെയ്തല്ലോ, ശരിക്കും ട്രോള് കിട്ടാറുണ്ട്. അതെ അതെ. ഇപ്പൊ അഭിലാഷി എന്റെ കൂടെ ഒരു വീഡിയോ ഇറങ്ങി കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എന്നോട് എല്ലാരും കമന്റ് ചെയ്യുന്നതാണ്, നനയും കുളിയുള്ളവന്റെ കൂടെ ചെയ്താൽ പോലെ. അങ്ങനെയല്ല, സുന്ദരനായ ചെറുപ്പക്കാരൻ അവനോട് മുടിയും വെട്ടി ഒന്ന് മനുഷ്യക്കോലത്തിലാകാൻ പറഞ്ഞു. അതൊക്കെ ഒരു വില്ലമേഷൻ ചെയ്തായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, വിനായകൻ ചേട്ടൻ ചെയ്തൊരു ക്യാരക്ടർ തഗ് എന്ന മൂവിയിൽ ഞാൻ ചെയ്തു. തഗ് എന്ന് പറഞ്ഞ തമിഴ് മൂവിയില് വിനായകൻ ചേട്ടൻ ചെയ്തൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായി. അത് നേരെന്ന് പറഞ്ഞ മലയാളം പടം കണ്ടില്ലേ, അതിൽ വില്ലനായിട്ട് വന്ന ഒരാളില്ലേ, നേരില് പലിശക്കാരനാണ്, പലിശ വന്ന ക്യാരക്ടർ, അദ്ദേഹത്തിന്റെ വലങ്കൈയായിട്ട് ക്യാരക്ടർ ചെയ്തു. അപ്പൊ അന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഷെയർ ചെയ്ത് കട്ട് ചെയ്തിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പലരും പറഞ്ഞു, അതുകൊണ്ടാണ് എനിക്ക് പുതിയ സിനിമ ഇപ്പൊ അതിൽ കാസ്റ്റ് അയക്കണം, ആ ലുക്കിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഈ ലുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. താടി കൂടിയൊക്കെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ നമുക്ക് ഒരു വില്ലൻ ക്യാരക്ടർ. ഇപ്പൊ നെഗറ്റീവ് ഞാനിപ്പോ ചെയ്യണ ഈ അടുത്ത് മാറെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം, പിന്നെ അജീഷ് കോട്ടെ മഞ്ജുഷം മുന്നറിയിപ്പ്, അങ്ങനെ ഷോർട്ട് ഫിലിംസിലൊക്കെ നെഗറ്റീവാണ്. ഇപ്പൊ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ പീഡിപ്പിച്ച സംഭവമില്ല, അങ്ങനെ കഞ്ചാവ് അങ്ങനെ സംഭവങ്ങളൊക്കെ
അത് കൂടുതൽ ക്യാരക്ടേഴ്സ് ഇവന്റെ കൂട്ടുകാർ ചെയ്ത വർക്കിലേക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, കഥാപാത്രം എഴുതിയിട്ടാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ലുക്കിലാണ് ബേസിലാണ് കിട്ടുന്നത്. ട്രോളൊക്കെ ആസ്വദിക്കാറുണ്ടോ? പിന്നെ അതൊന്നും കുഴപ്പമില്ല. ശരിക്കും ട്രോളന്മാരോട് നന്ദി പറയണല്ലേ, അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതെ, ട്രോളന്മാരോട് നന്ദിയുണ്ട്, അവരാണ് ശരിക്കും നിങ്ങളെയൊക്കെ ശരിക്കും അവരാണ് നമ്മളെ 10 പേര് അറിയിക്കുന്നത്. അങ്ങനെ 10 പേര് അറിഞ്ഞല്ലോ ഒരാളും കൂടി ആണെങ്കിൽ ശരിക്കും അങ്ങനെ ആവട്ടെ, അങ്ങനെയാവും. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ സിനിമയാണെങ്കിലും ഈ ഒരാള് നമ്മുടെ കാർത്തികൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാനാണ്. ഏറ്റവും അവസാനം അതിലേക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ ഷോർട്ട് ഫിലിംസിലേക്ക് കിടക്കുന്നത്. എല്ലാവരും വലിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഷോർട്ട് ഫിലിംസ്. നമ്മളെന്തോരം ഒരുപാട് നമ്മൾ ഈ സത്യം പറഞ്ഞ ഓരോരുത്തർ വിളിക്കുമ്പോൾ അവർ ജാടയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ഇന്ന ദിവസം വിളിക്കുന്ന വരുമ്പോ നമ്മൾ വിളിക്കും, വിളിക്കുമ്പോൾ അവര് ഫോൺ എടുക്കത്തില്ല, വേറെ നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കും, പെട്ടെന്ന് ഇന്ന ആളാന്ന് പറയുമ്പോൾ കട്ട് ചെയ്തിട്ട് പോകും, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് വിളിക്കാറുണ്ട്. അപ്പൊ ഞാനേ എന്തായാലും ഒരു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അഭിലാഷ് ചേട്ടാ, എനിക്ക് കലാഭവമണി ചേട്ടൻ ഒരു പാട്ട് പാടാം. ഞാൻ പാടുന്ന 2 രീതിയിലുള്ള പാട്ട് പാടുന്നുണ്ട്. അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ട്. പാടാം. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്, 2 രീതിയിലുള്ള പാട്ട് പാടുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചോദിക്കാറ്, കാരണം എന്റെ ഈ സൗണ്ട് ഇങ്ങനെ എംഎസിന്റെ പോലെ ഇരിക്കണേ, പക്ഷെ പാട്ട് പാടുമ്പോൾ വേറെ വോയിസ് ആണ് എല്ലാവരും പറയേണ്ടത്. ദൈവാനുഗ്രഹമായിട്ട് കൂട്ടുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് നിന്നുവരെ പാടാറുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. ചിലവരെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് പാട്ടാകും പാടുന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. ചിലവർ ആസ്വദിക്കാറുണ്ട്, വഴിയോരങ്ങളിൽ നിന്ന് പാടുമ്പോഴൊക്കെ ആസ്വദിച്ച് വന്ന് നല്ല വോയിസ് ആണെന്ന് പറയാറുണ്ട്. അത് എനിക്ക് ദൈവത്തിനോട് നല്ല കടപ്പെട്ടിരിക്കുന്നുണ്ടോ. അതിന് മൂലമാണ് 1 കോടിയിലേക്ക് എത്ര മണിക്കൂർ ഞാൻ പാടിയാണ്. അപ്പൊ 2 രീതിയിലുള്ള പാട്ട് പാടാം. ലൈവായിട്ട് പാടുമ്പോ അത്ര കേൾക്കുമെന്ന് അറിയില്ല. മണിച്ചേട്ടൻ ഇത് പാട്ടാ പറഞ്ഞേ. അപ്പൊ അഭിലാഷ് ചേട്ടാ, കലാഭവമണി ചേട്ടനെ 2 പാട്ടോടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാന് സാധാരണ രീതിയിലുള്ള പാട്ടും പാടാറുണ്ട്. അപ്പൊ അതിലൊരു 2 വരി പാട്ട്. അല്ല, മിന്നിങ് എനിക്ക് എന്തായാലും എനിക്ക് ഫേവറേറ്റ് ആണ്. ഫസ്റ്റ് ചെയ്ത മണിച്ചേട്ടന്റെ പാട്ടാണ്, സാധാരണ രീതിയിലുള്ള പാട്ട് പാടാം. മണിച്ചേട്ടന്റെ പാട്ട് ഞാനും എന്റെ അമ്മയൊക്കെ ഭയങ്കര വലിയ ഫാനാണ്. മണിച്ചേട്ടന്റെ 2 പാട്ടും പാടാം, ഒരു സാധാരണ രീതിയിലുള്ള പാട്ട്. അപ്പൊ ഏത് പാട്ടാണ്? മിന്നാമിനുങ്ങി. ശരി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ, മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. നിഴല് പോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നിഴല് പോൽ പറ്റിയ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു മുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാ നീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. പിന്നെ കുട്ടിയെ കാണുന്ന 2 വരി പാടാൻ തോന്നുന്നു. അപ്പൊ ഞാനിനി കുറച്ചു നാള് 2 വരി പാടാം. ഓടേണ്ട ഓടേണ്ട ഓടിത്തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട, ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തി. അപ്പൊ വേറെ സാധാരണ ഒരു പാട്ട് 2 വരി പാടാം. അപ്പൊ നമ്മളെ എത്ര നേരമായി നമ്മളെ പാട്ടിന് വേണ്ടി, എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നീപ്പു, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ, പിണങ്ങരുതേ ആരുതേ ആരുതേ, പുലരാറായോ തോഴി, എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നീപ്പു, ഒന്നിങ്ങു നോക്കുമോ വാർത്തിങ്കളെ. അല്ലെ, പടിഞ്ഞാറ് സൂര്യൻ കൂടി ഉണ്ടായാൽ അതെ, ഞങ്ങള് ഒരു ഡാൻസ് കളിക്കും ഇവിടെ. ഞങ്ങള് ജോഡി വയറലായി മാറുവാണ് കേട്ടോ. എനിക്ക് ഡാൻസ് കളിക്കാൻ ചുമ്മാ 2 സ്റ്റെപ്പ് പക്ഷെ അങ്ങനെ ചേട്ടൻ ഡാൻസ് കളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ടും കൂടി പാടിത്തരാം. അല്ല, ഒരു ഡാൻസ് കളിക്കും, തീർച്ചയായിട്ടും കളിക്കും. ഡാൻസ് ആണ് ഇതിന്റെ ഏറ്റവും അല്ല, ഡാൻസ് കളിക്കാൻ അറിയുന്നത് ഡാൻസ്. അപ്പൊ ഏതാ നേരെ പറഞ്ഞാൽ
അത് ഇട്ടിട്ട് ഡാൻസ് ചെയ്തിട്ട് പിരിച്ചു അങ്ങനെയാണ്. ഓക്കെ. നേരെ പടിഞ്ഞാറ് സൂര്യനാണ് തെക്കേപ്പുറത്തെ പ്ലാവ്മെന്റ് നല്ല ഫീലിംഗ്. അത് കേട്ടോ മേലെ പടിഞ്ഞാറ് സൂര്യൻ. ശരി. നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ കത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ ഏതോ ഒരു കക്കിടരാവ് ഉണ്ണാതുറങ്ങുന്ന രാവ് അന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ നേരെ പടിഞ്ഞാറ് സൂര്യൻ താനെ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടിൽ കത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ തെല്ലുതെക്കെ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ. ഇനി മറ്റേ ഒരു പാട്ടുണ്ട്, ഈ കൊച്ചിന്റെ വായില് ചക്കൂര് പോകും, അങ്ങനെ കൊച്ചു മരിച്ചു പോകും. അപ്പൊ അതിനെ കുറിച്ച് അമ്മ പറയുന്ന ഒരു വാക്ക് മണിച്ചേട്ടാൻ പറയും. തെക്കേപ്പത്തെ പ്ലാവുമ്മൻ്റൊപ്പെ വരിക്ക ചക്കണ്ട് ആ ചക്കയുടെ കാര്യം അതോക്കുമ്പോ തേങ്ങിടുന്നപ്പേ കാര്യം ചക്ക നല്ലതാണോപ്പേ നമുക്കുണ്ണി വലിയതല്ലൊപ്പേ മറ്റാർക്കും ഈ ഗതികേട് വരുത്തല്ലേ പൊന്നേ അമ്മയുടെ തങ്കക്കൂടമ്മേ നീ എവിടെ ഉണ്ണിനമ്മ താഴെ കിടത്തി നെറ്റിലൊരു മുത്തം വെച്ച് എൻ്റെ ഉണ്ണിയുടെ വായേല് ചക്കക്കുരുണ്ടോ പോളുണ്ടോ പാത്തിക്കീരി വന്നപ്പോഴല്ലേ കാരിറങ്ങേ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റെ ഒപ്പേ വരിക്ക ചക്കിണ്ട് ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്ന പിന്നെ ഞങ്ങള് രണ്ടുപേരും ഒരു പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചായിരുന്നു ഞങ്ങള്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കലാകാരിക്കും നമ്മള് അതായത് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞാൽ സ്പോട്ടിൽ ചെയ്യുക. അപ്പൊ ഓഡിയൻസ് എന്ത് പറയുന്നു ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കുക, അതാണ് ചെയ്യേണ്ടത്. നല്ല അപ്പോൾ എന്താ പറയാ, ചിലപ്പോ ട്രോള് വരാം, ചിലപ്പോ നല്ലത് ട്രോള് നമ്മൾ എൻജോയ് ചെയ്യണം എന്നാണ് എന്റെ ഒരു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ടിന് താളം ഡാൻസ് കളിക്കും. ശരി ആയിക്കോട്ടെ. നിങ്ങൾ ആസ്വദിച്ച് കൈയടിച്ച് ഈ കുട്ടീനെ ഇപ്പൊ അഭിലാഷ് ചേട്ടാ, ജ്യോതി ചേച്ചി, അപ്പൊ ഇനി അടുത്തടുത്ത വർക്ക്സ് ഒക്കെ വരട്ടെ, ഇനി ഒരുപാട് നടന്മാരെയൊക്കെ എന്താ അനുകരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇനി കാണാം. അതുവരെ നമസ്കാരം.